മണിപ്പൂരിൽ സംഘർഷം തുടരുകയാണ്. കലാപബാധിത മേഖലകളിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. 23 അക്രമികൾ പിടിയിലായി. 24 മണിക്കൂറിനുള്ളിൽ കുക്കി സായുധ സംഘത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മേതേ വിഭാഗം മുഖ്യമന്ത്രിക്ക് അന്ത്യശാസനം നൽകി. പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ആർ രാധാകൃഷ്ണൻ നൽകും വിശദാംശങ്ങൾ. രാധാകൃഷ്ണൻ, സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് മണിപ്പൂരിൽ സംഘർഷം വ്യാപിക്കുന്നു എന്നുള്ളതാണ്. സുരക്ഷാ സേനകൾ സ്വീകരിക്കുന്ന പ്രതിരോധ നടപടികൾ അത് ഫലവത്താകുന്നില്ല എന്ന് തെളിയിച്ച ഒരു പകൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് CRPFന്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ വിന്യാസമടക്കം ഉണ്ടായെങ്കിലും അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇരു വിഭാഗങ്ങളും പലയിടങ്ങളിലും നിരത്തിലിറങ്ങി അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കാഴ്ച കാണാനായത്. ദേവാലയങ്ങൾക്ക് നേരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് ഉണ്ടായത്. സമാധാനത്തിന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയിലേക്ക് അടക്കം അക്രമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. മന്ത്രി വസതികൾക്ക് നേരെയും MLA-മാരുടെ വസതികൾക്ക് നേരെയും അക്രമം ഉണ്ടായി. വിവിധ ഇടങ്ങളിൽ അതിൽ ഇംഫാലിന്റെ വിവിധ മേഖലകളിൽ ഉൾപ്പെടെ വളരെ വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമങ്ങളും പലയിടങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒപ്പം ഈ ദുരിത ബാധിതരെ താമസിപ്പിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾക്ക് നേരെ അക്രമങ്ങൾക്കുള്ള ശ്രമവും വിവിധ ഇടങ്ങളിൽ നിന്ന് ചുരാത് ചന്ദ്പൂരിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലികൾ റദ്ദാക്കി ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. കാര്യങ്ങൾ അവലോകനം ചെയ്തു. കൂടുതൽ വിന്യാസം അടക്കമുള്ള തീരുമാനത്തിലേക്കാണ് ഇന്നത്തെ ഉന്നതതല യോഗം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. CRPFന്റെ DG മണിപ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ ഫ്ലാഗ് മാർച്ചുകൾ അടക്കം CRPF ഇന്ന് ഇംഫാലിൽ നടത്തി. വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിലേക്ക് ഫ്ലാഗ് മാർച്ചുകൾ അടക്കം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഈ സായുധരായിട്ട് എത്തുന്ന കലാപകാരികൾ അത് ഇരുവിഭാഗത്തിൽപ്പെടുന്ന അനുകൂലിക്കുന്ന ആളുകൾ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ജനങ്ങൾക്ക് നേരെ വലിയ വെടിവെക്കുന്ന അടക്കമുള്ള ക്രൂരതകളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ രാധാകൃഷ്ണൻ, അതായത് ഈ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തണമെന്നടക്കം. എങ്ങനെയാണ് കോൺഗ്രസ് ഈ വിഷയത്തെ കാണുന്നത്? മണിപ്പൂരില് പ്രധാനമന്ത്രി എത്തണം എന്നത് കഴിഞ്ഞ ഈ ഘട്ടത്തിൽ മുതൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് പ്രധാനമന്ത്രി വലിയ താല്പര്യം കാട്ടുന്നില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാത്രമാണ് മണിപ്പൂർ സന്ദർശിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ സന്ദർശനം ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് വീണ്ടും ആവർത്തിക്കുന്ന ഈ അക്രമങ്ങൾ തെളിയിക്കുന്നതെന്നാണ് കോൺഗ്രസ് നിലപാടായി വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒപ്പം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്നും ശക്തമായിട്ടുള്ള ഭാഷയിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മണിപ്പൂർ വിഷയത്തിൽ ഉണ്ടാകുന്ന നിലപാടിനെ വിമർശിച്ചു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തണം എന്ന നിർദ്ദേശത്തോടു കൂടിയായിരുന്നു വിമർശിച്ചതെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ മണിപ്പൂരിലെ ജനങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും പ്രധാനമന്ത്രിക്ക് വിലപ്പെട്ടതല്ല എന്ന അടിവരയിട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ അറിയിച്ചത്.